എന്തായാലും നമുക്ക് ആ ഒരു ചർച്ചയിലേക്ക് പോയി നമ്മുടെ ചർച്ചയുടെ ആ ഒരു ഗതി മാറിപ്പോകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെയാണ് ശ്രീ ചാക്കുണ്ണി ഈ ഒരു വിഷയം അത് പൊളിറ്റിക്കൽ കൂടിയാണ്. ഇത്തരത്തിലൊരു ബജറ്റ് വരുമ്പോൾ അത് പൊളിറ്റിക്കൽ കൂടിയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. എന്തായാലും രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച എന്ന് പറയുന്നത് വളരെ മുന്നോട്ട് പോയിരിക്കുന്നു എന്നുള്ള വിശകലനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവിടെയും ഈ ജനപുരോഗതി, ജനത്തിന്റെ ജീവിത പുരോഗതി എന്ന് പറയുന്നതും അത് രണ്ടും കൂടെ ഒരേപോലെ പോകേണ്ട ഒരു സാഹചര്യമുണ്ട്. പക്ഷെ ആ നിലയ്ക്കല്ല ഇത് രണ്ടും ഒരുമിച്ച് പോകുന്ന ഒരു സാഹചര്യമില്ല. നേരത്തെ ശ്രീ ജയേന്ദ്രൻ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ നമ്മുടെ ധനക്കമ്മി കുറയ്ക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്കൊക്കെ പോകേണ്ടതുണ്ട്. അപ്പോൾ വലിയൊരു വെല്ലുവിളി ശരിക്കും ഈ ബജറ്റ് അവതരണത്തിന്റെ ഘട്ടത്തിൽ സർക്കാരിന് മുന്നിലുണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ലല്ലോ. എന്നോടാണോ ചോദ്യം? അതെ 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 അതെ. ഹലോ ഹലോ, അതെ പറഞ്ഞോളൂ. ഈ കാര്യത്തില് നമ്മുടെ ചർച്ചയുടെ ലക്ഷ്യത്തെ വ്യതിചലിക്കുന്നുണ്ടോ എന്ന് ഞാൻ സംശയിക്കുക ചെയ്യുന്നത്. ഞാനൊരു കാര്യം പറയാം. നേരത്തെ സഹോദരി പറഞ്ഞല്ലോ യാത്രക്കാരുടെ ബുദ്ധിമുട്ട്, അത് 100% ശരിയാണ്. അതിലും വളരെ ദുരിതമാണ് മലബാറിലെ യാത്രക്കാരെ അനുഭവിക്കുന്നത്. പണ്ട് 5 ജനറൽ കോച്ച് ഉണ്ടായിരുന്നു. റെയിൽവേയുടെ വികസനത്തെ പറ്റിയൊന്നും ഞാൻ വിസ്മരിക്കുന്നില്ല. അത് കേവലം 2ആക്കി ചുരുക്കി. സ്ലീപ്പർ കോച്ചുകൾ കട്ട് ചെയ്തിട്ടാണ് ചെയ്തത്. AC കോച്ച് വർദ്ധിക്കാൻ വേണ്ടിയിട്ടും ഈ സാധാരണ യാത്രക്കാരെ പിച്ചച്ചട്ടിയിലെ കൈയിട്ടത്. അത് വളരെ ശരിയായിട്ടുള്ള കാര്യങ്ങളാണ്. അതിനാണ് ഒരു ആശ്വാസമുള്ള നടപടികൾ ഇപ്പോൾ എടുത്തതായിട്ട് ഞാൻ അറിയാം. ബഡ്ജറ്റ് ഒരു കാക്കാതെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നിർദ്ദേശം കൊണ്ടാണെന്ന് മനസ്സിലാക്കുന്നു. അത് മാറ്റം വരുന്നുണ്ട്. വളരെ ദുരിത യാത്രയാണ് ട്രെയിനിലുള്ളത്. വന്ദേ ഭാരതിനെ പറ്റി പറഞ്ഞു. വന്ദേ ഭാരതിന് ഇത്രയും വലിയ സ്വീകാര്യത, വരുമാനം കേരളത്തിലെ പോലെ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ ദിവസം മംഗലാപുരത്ത് ഗോവയ്ക്ക് വന്ദേ ഭാരത് ഓപ്പറേറ്റ് ചെയ്ത് ആളില്ലാതെ അത് കേരളത്തിൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ പോവാ. അപ്പോൾ ഞാൻ വന്ദേ ഭാരതിനെ എതിർക്കുന്ന കേരളത്തിലെ 4 അന്താരാഷ്ട്ര വിമാനത്താവളം വെച്ച് വന്ദേ ഭാരത് വന്നു. അതേ സമയത്ത് അതിൽ കിട്ടുന്ന ബെനിഫിറ്റിനേക്കാൾ ലക്ഷക്കണക്കിന് നിത്യ ജോലിക്ക് വരുന്നവർ മടങ്ങുന്നവർ വണ്ടി പിടിച്ചിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ട്. ആ ബുദ്ധിമുട്ടിന് പരിഹാരം നടത്തുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓട്ടോമാറ്റിക് സിഗ്നലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ റെയിൽവേ വരുമാനം വർദ്ധിപ്പിക്കുന്നതോടൊപ്പം യാത്രക്കാരുടെ സുരക്ഷയുടെ കാര്യത്തിൽ വേക്കൻസി ഫില്ല് ചെയ്യുന്നില്ല. വണ്ടികൾ എണ്ണം കൂട്ടുന്നുണ്ട്, വേക്കൻസി ഫില്ല് ചെയ്യുന്നില്ല. ആ കാര്യത്തിൽ കുറഞ്ഞ ശുഷ്കാന്തി കാണിക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമ്മളിവിടെ ആവശ്യപ്പെടുന്നതെന്ന് വെച്ചാൽ അടുത്ത വർഷമെങ്കിലും റെയിൽവേക്ക് ഒരു പ്രത്യേക ബഡ്ജറ്റ് വേണം. ആ ബഡ്ജറ്റ് വരികയാണെങ്കിൽ ചർച്ചാ വേളയിൽ നമ്മുടെ ജനപ്രതിനിധികൾക്ക് ആ കാര്യങ്ങൾ ഉന്നയിച്ചിട്ട് നേടിയെടുക്കാൻ കഴിയും. ഇത് പൊതു ബഡ്ജറ്റ് ഉന്നയിച്ചതോടുകൂടി തന്നെ ആ റെയിൽവേ ബഡ്ജറ്റിൻ്റെ ഇമ്പോർട്ടൻസ് തന്നെ കുറഞ്ഞു. അതുകൊണ്ട് കാര്യങ്ങൾ നടക്കുന്നില്ല. മറ്റൊരു കാര്യം, ഇന്ധനത്തിന്, ക്രൂഡ് ഓയിലിന് എത്രയോ കാലം വില കുറച്ചിട്ടും ഇന്ധനത്തിൻ്റെ വില കുറച്ചിട്ടില്ല. അപ്പോൾ ഞാൻ നാളെ അതുവരെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഇന്ധനത്തിന് ഒരു ലിറ്ററിന് ഒരു 10 രൂപ ആശ്വാസമെങ്കിലും തരുന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. മറ്റൊന്ന് GST കൊണ്ടുവരുമ്പോൾ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ ഒറ്റ വില, ഒരേ വില ഒരേ നികുതി എന്നാണ് പറഞ്ഞത്. പക്ഷേ പല സംസ്ഥാനങ്ങളും വ്യത്യസ്ത നികുതിയാണ്. അതിന് പുറമെയാണ് ഇപ്പോൾ കേരളത്തിൽ സെസ് ഈടാക്കുന്നത്. കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും വില ഈടാക്കുന്നുണ്ട്. ജനങ്ങളുടെ ജീവിതമായിട്ട് ഏറ്റവും ബന്ധപ്പെട്ടാണ് റെയിൽവേ. മറ്റൊന്നാണ് ഇന്ധനം. ഓട്ടോ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ എല്ലാം അതിനെ ഡിപ്പെൻഡ് ചെയ്താക്കുന്നു. ചരക്ക് ഈ കാര്യം ഞാൻ നാളെ ഒരു ഇന്ധനത്തിൻ്റെ ഒരു നികുതി ഇളവ് കൂടി ജനങ്ങൾക്ക് ഒരു ആശ്വാസം ലഭിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നേരത്തെ പ്രഖ്യാപനങ്ങളും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ആ നിലയ്ക്ക് സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ മെച്ചപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടായെങ്കിൽ മാത്രമേ സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയുള്ളൂ. അതെന്തായാലും സർക്കാരിന്റെ മുന്നിൽ ഉണ്ടാകും, അല്ലേ ശ്രീ എജി ജോർജ്? അത് തന്നെയാണ് നമ്മൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ഉണ്ടാകും എന്ന് പറഞ്ഞാൽ